വീണ്ടും വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് നന്ദി. ഇന്ന് ജനുവരി 1 2024. എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ. കർത്താവ് ഇന്ന് വെളിപ്പെടുത്തി നൽകിയ വചനം കൊളോസോസ് 2:12 മുതലുള്ള വാക്യങ്ങൾ. അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ നിർഭരരായിരിക്കുവിൻ. പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. അപ്പോൾ എപ്പോഴും കൃതജ്ഞതാഭരിതരായിരിക്കുവിൻ. കർത്താവിന് നന്ദി പറയുവിൻ. കരുണയുള്ളവരായിരിക്കുവിൻ. സ്നേഹമുള്ളവരായിരിക്കുവിൻ. വിനയമുള്ളവരായിരിക്കുവിൻ. മറ്റുള്ളവർക്ക് പരിഗണന കൊടുക്കുവിൻ. ഇതാണ് നമ്മൾ അതുപോലെ സ്നേഹം അഭ്യസിക്കുവിൻ. ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുക. വീണ്ടും 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 പറയുന്നു. അതാണ് ക്രിസ്ത്യാനിറ്റി. അതാണ് ക്രിസ്തു അനുയായി. അവനനുദിനം വളർന്ന് അവനെപ്പോലെ ആവുക. അതാണ് ക്രിസ്തു അനുയായിയുടെ ലക്ഷ്യം. അതായിരിക്കണം ക്രിസ്തു അനുയായിയുടെ ലക്ഷ്യം. ഇത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് അയ്യോ കുരിശ് എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തിൻ്റെ കുരിശാക്കി എടുക്കാം. അല്ലെങ്കിൽ ഇതൊരു സന്തോഷത്തിൻ്റെ കുരിശായിട്ടെടുക്കാം. അനുദിനം നമ്മിലെ സ്വാർത്ഥ മോഹങ്ങളെ കർത്താവിൻ്റെ കുരിശിൽ തറച്ചുകൊണ്ട് കർത്താവ് പഠിപ്പിച്ച ഈ എളിമയുടെ പാഠങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ആനന്ദത്തോടെ സന്തോഷത്തോടെ പകർത്താം. നമുക്ക് ഒന്നും നഷ്ടപ്പെടില്ല. കർത്താവ് നമുക്ക് എല്ലാം കൂട്ടി ഇണക്കി നൽകും. അത് കർത്താവിൻ്റെ ഒരു പ്രോമിസാണ്. അപ്പം ഇന്ന് ഉണ്ടായൊരു അനുഭവം എനിക്ക് അല്ലെങ്കിൽ ഒരു പാഠം, ഇതിനോടൊക്കെ ചേർന്ന് പോകുന്ന ഒരു ജീവിത പാഠം ഇന്ന് ഉണ്ടായത്. ഇന്ന് എനിക്ക് എറണാകുളത്ത് നിന്ന് മാവേലിക്കര വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എറണാകുളത്ത് നിന്ന് ചേർത്തല വരെ ഞാൻ എൻ്റെ കാറിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ 9 മണിക്ക് എനിക്ക് എത്തണം കാലത്ത്. അവിടെ നിന്ന് വേറൊരു കാറിൽ
ഒരു ബന്ധുവിൻ്റെ കാറിലാണ് അവിടെ നിന്ന് പോകുന്നത്. ഞാൻ ഇവിടുന്ന് കാലത്ത് ഇറങ്ങി. ഒന്നാമത് ജനുവരി 1-ാം തീയതിയാണ്. തിരക്കുണ്ടാകുന്നൊക്കെ ഒരു അസംഷനിലാണ് ഇറങ്ങിയത്. കത്തിച്ചു വിട്ടു. കത്തിച്ചു വിട്ട് വണ്ടികളൊക്കെ ഓവർടേക്ക് ചെയ്ത്. ഏഹ്, 1-ാം തീയതി അല്ലേ, ലേറ്റ് ആകാൻ പാടില്ല, അയാളവിടെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. കറക്റ്റ് 9 മണിക്ക് അവിടെ എത്തി. ദൈവത്തിന് സ്തുതി. ഇപ്പം ഈ പോകുന്ന വഴിക്കൊക്കെ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. കർത്താവെ, 1-ാം തീയതിയാണ്, ഞങ്ങളുടെ യാത്രകളെ അങ്ങ് അനുഗ്രഹിക്കണമേ, ബ്ലോക്കുകളിൽ പെടരുതേ, ലോങ് ഡിസ്റ്റൻസാണ് യാത്ര, ഞങ്ങളെ സുരക്ഷിതരായി എത്തിക്കണമേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. കാരണം ഈ പോകുന്ന വഴി മുഴുവൻ മിക്കവാറും ഇടങ്ങളിൽ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. ഹൈവേ ഡെവലപ്മെൻറ്റിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നു. 9 മണിക്ക് അവിടെ എത്തി. അപ്പോൾ വായു പിടിച്ചിട്ടാണ് ഈ കാർ ഓടിച്ചിരിക്കുന്നത്. അവിടെ ചെന്ന് ഒരു ബന്ധുവിൻ്റെ കാറിൽ പോവാം. അപ്പോൾ പുള്ളിയാണ് കൂടുതൽ ഡിസ്റ്റൻസ് ഓടിച്ചിരിക്കുന്നത്. ഞാൻ കുറവ് ഡിസ്റ്റൻസാണ് ഓടിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് പുള്ളിയുടെ കാറിലോട്ട് മാറി. പുള്ളിയുടെ ഡ്രൈവിങ് കണ്ടിട്ടേ, ഒരു 60 കിലോമീറ്റർ സ്പീഡിൻ്റെ മുകളിൽ പുള്ളി ഒരിക്കലും പോയിട്ടില്ല. എപ്പോഴും റോഡിൻ്റെ ലെഫ്റ്റ് പിടിച്ചാണ് പോകുന്നത്. അപ്പോൾ ഈ റിയർ വ്യൂ മിററിലൊക്കെ അകലെ നിന്നൊരു വണ്ടി പുറകിൽ നിന്ന് വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ, അപ്പോൾ സ്പീഡ് കുറച്ച് കൊടുക്കുകയാണ് അവന് ഓവർടേക്ക് ചെയ്ത് പോട്ടെ എന്നുള്ള കണ്ടീഷനിൽ ബ്രേക്ക് ചെയ്യുന്നു, സ്പീഡ് കുറയ്ക്കുന്നു, എല്ലാ വണ്ടികളും ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കുന്നു. അതുപോലെ ആരെങ്കിലും ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവന് ബ്രേക്ക് ചെയ്ത് അവനെ ക്രോസ് ചെയ്യാൻ അനുവദിക്കുന്നു. അപ്പോൾ 11:30 ഫങ്ഷൻ. ഒരു ബിട്രോത്തലായിരുന്നു. ഇതുപോലെ ഡ്രൈവ് ചെയ്തിട്ട് 11:30 ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഒരു കമ്പാഷനേറ്റ് ഡ്രൈവിങ് എപ്പോഴും മറ്റുള്ളവർക്കാണ് മുൻഗണന കൊടുത്തിരുന്നത്. അവർ കയറിപ്പോയിക്കോട്ടെ, അവർ ക്രോസ് ചെയ്തോട്ടെ, നോ പ്രോബ്ലം. അപ്പോൾ രണ്ട് കോൺട്രാസ്റ്റിംഗ് സ്റ്റൈലാണ്. ഒന്ന് കോമ്പറ്റിറ്റീവ് സ്റ്റൈൽ, നമുക്ക് എപ്പോഴും മുന്നിലെത്തണം, നമുക്ക് വിജയിക്കണം, സമയത്തെത്തണം, മുന്നിലുള്ള എല്ലാ വണ്ടികളെയും നമ്മൾ ഓവർടേക്ക് ചെയ്യണം, ഒന്നാമനാകണം. അത് കോമ്പറ്റിറ്റീവ് ഡ്രൈവിങ്. പിന്നെ ഒരു കമ്പാഷനേറ്റ് ഡ്രൈവിങ്, ഇറ്റ്സ് ഓക്കെ, മറ്റുള്ളവർ പോയിക്കോട്ടെ, കർത്താവ് നയിക്കുന്ന പോലെ നമ്മളും എത്തിച്ചേരേണ്ടിടത്ത് നമ്മൾ എത്തിച്ചേരും എന്ന് വെച്ച് ഐഡിയലായിട്ട് ഇരിക്കുകയല്ല. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനകത്ത് വലിയ അഗ്രഷനും ഒന്നുമില്ല. ഒരു ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു 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 ഡ്രൈവിങ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഈ ഏതെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് എടുക്കാം. ഒന്ന് കോമ്പറ്റിറ്റീവ് അഗ്രസീവ് ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ കമ്പാഷനേറ്റ് ആൻഡ് ലവിങ് ആറ്റിറ്റ്യൂഡ്. കർത്താവ് നമ്മളെ ഉപദേശിക്കുന്നത് ഈ രണ്ടാമത്തെ ആറ്റിറ്റ്യൂഡാണ്. സഹാനുഭൂതിയുടെയും ഒരു കമ്പാഷനേറ്റ്, മറ്റുള്ളവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട്, നമ്മുടെ കാര്യങ്ങളല്ല മറ്റുള്ളവർക്കാണ് പരിഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ടുള്ള ഒരു വിപ്ലവകരമായ ഒരു സമീപനം. കർത്താവ് അതിലേക്കാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ സ്നേഹം അഭ്യസിക്കാനും ഇന്നത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ഈ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് വിനയത്തോടെയും സ്നേഹത്തോടെയും കരുണയോടെയും വിവേകത്തോടെയും വചനത്താൽ നയിക്കപ്പെടുന്ന
എല്ലാത്തിനും കർത്താവിന് സ്തുതി പാടുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനുള്ള കൃപ സർവേശ്വരൻ നമുക്ക് നൽകട്ടെ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ട അരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. God bless all of us.